റജി, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, നേരത്തെ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചു, ഇപ്പോൾ അത് പ്രേംകുമാർ അതേക്കുറിച്ച് പറയുകയും ചെയ്തു. അത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ അല്പം സെക്കൻഡ്സേ ഉള്ളൂ, നമുക്കൊന്ന് കണ്ടുകൊണ്ട് ഞാൻ റജിയിലേക്ക് വരാം. ഈ നടപടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കൾക്കും കൂടുതൽ കടുത്ത നടപടി വേണം എന്ന അഭിപ്രായമായിരുന്നു എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നു എന്നാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കേതായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിന് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യും. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയാം. ഇതൊക്കെ ഇതുപോലത്തെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് റജി. അതായത് ഇതിലും കടുത്ത നടപടി വേണമായിരുന്നു എന്ന് പറഞ്ഞവരാണ് ബഹുഭൂരിപക്ഷം നേതാക്കളും എന്ന് പറയുന്ന ഇടത്ത് യഥാർത്ഥത്തിൽ ഇവർ തന്നെ ചർച്ചയ്ക്ക് വന്നിട്ട് ചോദിക്കും, പോലീസ് കേസുണ്ടോ, എന്നിട്ട് ഞങ്ങൾ നടപടി എടുത്തില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ഭാഗത്ത് നടപടിയെന്ന് പറയുകയും മറുഭാഗത്ത് ന്യായീകരണവും, ഇതാണ് കുറേ കാലമായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു? ഇതൊരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്ന, സൈബർ ആക്രമണം നടത്തുന്ന ആ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്, സംശയമില്ല. ഇതുവരെ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഇതിലും കൂടുതൽ നടപടി വേണം എന്നായിരുന്നു നേതാക്കളുടെ കാഴ്ചപ്പാട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് കേട്ട ആക്ഷേപം വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നു, ആ ടീമിൻ്റെ നാഥനായി, ലീഡറായി നിൽക്കുന്നു. ഇപ്പോൾ ഒരു സഹപ്രവർത്തകനെ പിന്നിൽ നിന്ന് കുത്തിയ നേതാവ് എന്നൊരു ധ്വനിയിൽ, ഫീലിൽ ആ ഗ്രൂപ്പ് നിൽക്കുകയാണ്. അവർ വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. ഈ രൂപത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ, സ്വയം കൃതാനാർത്ഥം എന്ന് പറയും. സ്വയം സൃഷ്ടിച്ചെടുത്തത്. ഈ സൈബർ ഗ്രൂപ്പുകളെ ഇങ്ങനെ മതിയാവോളം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോയതിൽ ഒടുവിൽ അദ്ദേഹം തന്നെ ഇരയാവുകയാണോ ഇവർക്ക്? ശരത്ത്, നമുക്കൊരു ചൊല്ലുണ്ട്, അതായത് പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തി എന്ന് പറയുന്ന പോലെ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭൂതപൂർവമായ പെട്ടെന്നുള്ള വളർച്ചയിൽ വലിയൊരു പങ്കുണ്ട്. തുല്യ പങ്കാളിയാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി. ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ലെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദയവായിട്ട് അങ്ങയുടെ ശ്രദ്ധയിലൊരു കാര്യം പറയാം. ഇന്ന് എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് വി ഡി സതീശന് വേണ്ടി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് വളരെ വൈറലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ പേരിൽ നടപടി സ്വീകരിക്കും, ആവർത്തിച്ചാൽ സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഇങ്ങനൊരു രീതിയിലുള്ള ഒരു പിന്തുണയോ അല്ലെങ്കിൽ വെട്ടുക്കിളിക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷിയാസ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്? ഇനി അവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെ ഗതികേട്. എന്തുകൊണ്ട് KPCC പറയേണ്ട ഈ പ്രസ്താവന എറണാകുളം DCC പ്രസിഡന്റ് പറഞ്ഞു? കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു DCC പ്രസിഡന്റുമാർ ഏറ്റുപിടിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ പരിക്കേറ്റത് ആർക്കാണ്? പരിക്കേറ്റിരിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്. കേരളത്തിലെ സകല വികസന പദ്ധതികൾക്കും എതിര് നിൽക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയെ പോലും തച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വി ഡി സതീശൻ താൻ കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്ന യുവനേതാക്കൾ തനിക്ക് നാളെ രണ്ട് സൈഡിലും സെക്യൂരിറ്റിയായി നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആനയിക്കണമെന്ന് വ്യാമോഹത്തിൽ വടവൃക്ഷങ്ങളെ പോലെ വളർത്തിയ രണ്ട് നേതാക്കന്മാരിന്ന് വി ഡി സതീശനെ കുത്തുന്നു. ആ കുത്തലിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഷിയാസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ എറണാകുളം DCC പ്രസിഡന്റ്, ഈ രീതിയിൽ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം ഈ വിഷയം പുറത്തു വന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ കണ്ട് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻ നൽകി പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള വി ഡി സതീശൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആ പ്രതികരണം പറയുന്നത് ഇതാണ്: എനിക്ക് എൻ്റെ മകളെ പോലെയാണ് ഈ കുട്ടി. ആ കുട്ടി അതിനു മുമ്പേ പറഞ്ഞ 3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വി ഡി സതീശന്, എൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന കുടുംബ സുഹൃത്തായ വി ഡി സതീശന് ഞാൻ പരാതികൾ നൽകിയിരുന്നു. ആ പരാതികൾ നൽകി മകളെ പോലെ ഒരാൾ പരാതി നൽകിയിട്ടും അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സഭത്തിലേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്ക് അടിച്ചേൽപ്പിച്ച വി ഡി സതീശന് ഇന്ന് കേരളത്തിൽ ആ പാർട്ടിയുടെ തന്നെ യുവജന നേതാക്കൾ തിരിഞ്ഞു കുത്തുന്നു.